സിന്തറ്റിക് ലഹരി കടത്തുന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിലായി. യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് ഭാരവാഹി കൂടിയായ മുഹമ്മദ് ഹുസൈനാണ് പിടിയിലായത്. ഇയാൾക്കൊപ്പം എറണാകുളം വെങ്ങോല സ്വദേശികളായ PA അബ്ദുൽ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ് എന്നിവരെയും പിടികൂടിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചന്ദേര പോലീസാണ് ഇവരെ പിടികൂടിയത്. വെങ്ങോല പഞ്ചായത്തിലെ 142 ബൂത്ത് പ്രസിഡന്റാണ് ഹുസൈൻ. പിടിയിലായവരെല്ലാം തന്നെ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ്. കാലിക്കടവിൽ വെച്ച് 139 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത്. VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ മുഹമ്മദ് ഹുസൈൻ കോൺഗ്രസിന്റെ ലഹരി വിരുദ്ധ പ്രചാരണത്തിലും പങ്കെടുത്ത ആളാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ തന്നെ സതീശനുമായി അടുപ്പമുള്ളയാളാണ് ഹുസൈൻ. മുമ്പ് ഈ ഹുസൈന്റെയും സലാമിന്റെയും വീട്ടിൽ VD സതീശൻ സന്ദർശനം നടത്തിയിരുന്നു. അതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം അബ്ദുൽ സലാം നിയമസഭയിലും എത്തിയിട്ടുണ്ട്. മന്ത്രി ആകുന്നതിന് മുമ്പുള്ള സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മയക്കുമരുന്നുമായി പിടിയിലായ ഹുസൈൻ ലീഡർ VD സതീശൻ എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനും സതീശനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾ സ്ഥിരമായി പങ്കുവെക്കുന്ന ആളുമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇല്ലാത്ത നുണകളൊക്കെ അടിച്ചു വിടണമെങ്കിൽ ഈ വക ലഹരി ഉള്ളിൽ ചെന്നാലേ ഉളുപ്പില്ലാണ്ടിരിക്കും. അതുകൊണ്ടാവണം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇതൊക്കെ ഉപയോഗിക്കുന്നതും സഹപ്രവർത്തകർക്ക് വിൽപ്പന നടത്തുന്നതും. ഓരോ കോൺഗ്രസുകാരൻ ലഹരി കേസിൽ അകത്താകുമ്പോൾ അതിലും അവർ ന്യായം കണ്ടെത്തുന്നുണ്ട്. അയാൾ കുറ്റക്കാരനാണ്, ഞങ്ങൾ അയാളെ സഹായിക്കാൻ ഒരിക്കലും മുന്നോട്ട് വരില്ല. രമേശ് ചെന്നിത്തലയുടെ പോലീസ് നിഷ്പക്ഷമായ അന്വേഷണമാണ് നടത്തുന്നത്. കോൺഗ്രസ് അല്ല ആരായാലും പിടിക്കും എന്നൊക്കെയാണ് അടിച്ചുവിടുന്നത്. ലഹരിയുമായി ഇയാളെ പിടിച്ചപ്പോൾ കോൺഗ്രസുകാരൻ ആയതുകൊണ്ട് ഇളവൊന്നും കൊടുത്തില്ല എന്നത് ശരിയാണ്. എന്നാൽ ഇവനെയൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടരും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിച്ചില്ല. അതോ ഇപ്പോൾ VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയപ്പോൾ ആ ധൈര്യത്തിലാണോ ഇയാൾ കച്ചവടം തുടങ്ങിയത്? രാഷ്ട്രീയ ബന്ധങ്ങൾക്കും അപ്പുറം ഇവർക്ക് നേരത്തെ തന്നെ ലഹരി ഇടപാടുകളും ഉണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആളുകൾ ഇനിയും ഉണ്ടോ എന്നതും അന്വേഷിക്കേണ്ട വിഷയമാണ്. കോൺഗ്രസിലുള്ളവരും യൂത്ത് കോൺഗ്രസിലുള്ള നേതാക്കന്മാരും ഒക്കെ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അന്വേഷിക്കണം. പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാത്തവരാണ് ഭൂരിഭാഗം പ്രവർത്തകരും. പണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിന് വന്ന വനിതാ നേതാവിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല വരെ അടിച്ചു മാറ്റിയവരാണ് ഈ കൂട്ടർ. അന്ന് അധികാരമില്ലായിരുന്നു. ഇന്ന് അധികാരം കിട്ടിയപ്പോൾ വലിയ തോതിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും VD സതീശൻ സർക്കാർ അരങ്ങ് തകർക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMAയുമായി പോലീസിന്റെ പിടിയിലായി. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ മന്ത്രിയുടെ സന്ദർശനം മൂലം ചികിത്സ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മന്ത്രി K മുരളീധരനെ തടഞ്ഞു. ഡോക്ടർമാരില്ലാതെ കാസർഗോഡ് കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടി. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ വേണ്ടി അവരുടെ കുടുംബത്തിന് റോഡിൽ കുത്തിയിരിക്കേണ്ടി വന്നു. പെരുമഴയത്ത് മണ്ണിടിഞ്ഞ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഇടിമണ്ണിക്കൽ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നു.